ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചൽ മെസ്സേജ് ആണ്. നമുക്ക് നോക്കാം ഏഞ്ചലിന് എന്താണ് പറയാനുള്ളതെന്ന്. നമ്മൾ 2 ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക. 2 കാർഡ് എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ നോക്കിയാൽ മതി. 2 കാർഡ്സ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് കാർഡിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് കാർഡ്. അങ്ങനെ നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് വിചാരിക്കുക, എന്നിട്ട് നോക്കുക. ആദ്യത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജോബാണ്, ഇത് നിർത്തിയിട്ട് വേറെ ജോബ് കയറണോ, അങ്ങനെയാണെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ഇതെന്ത് തന്നെ ആയാലും. രണ്ടാമത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏഞ്ചൽ നൽകിയിരിക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരുടെ സഹായം വേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ സഹായം ചോദിക്കുക എന്നാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഫ്രണ്ടിൻ്റെ സഹായമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ സഹായമാണ്, അല്ല വേറെ ആരുടെയെങ്കിലും ഒരു ജോബിൻ്റെ കാര്യമാണെങ്കിൽ, അങ്ങനെ എവിടെയാണോ നമുക്ക് സഹായം ആവശ്യമുള്ളത് ആ സഹായം നമ്മൾ ചോദിക്കാനാണ്. ഈ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ല ഡിവൈൻ എനർജിയുടെ സഹായമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ചോദിക്കുക. ഡിവൈൻ അത് നൽകാൻ തയ്യാറാണെന്നാണ് കാണുന്നത്. ബോട്ടം ഓഫ് ഡെക്ക് കിട്ടിയിരിക്കുന്നത് സക്സസ് എന്ന് പറഞ്ഞ കാർഡാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുക. സക്സസ് നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. വിശ്വസിക്കുക, ഡിവൈൻ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു മൈ യൂണിവേഴ്സ്, താങ്ക് യു മൈ ഏഞ്ചൽ, താങ്ക് യു മൈ വ്യൂവേഴ്സ്.